ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് അബ്നോർമൽ ലോസസിന്റെ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നോർമൽ ലോസിന്റെ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വീഡിയോനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നോർമൽ ലോസിന്റെയും അബ്നോർമൽ ലോസിന്റെ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അബ്നോർമൽ ലോസ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ്. അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് കോസ്റ്റിന്റെ പാർട്ടായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കോസ്റ്റിന്റെ പാർട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നോർമൽ ലോസിനകത്തായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ്. കോസ്റ്റിന്റെ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് എ ലോസ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു. അബ്നോർമൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ലോസ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്, മറ്റൊന്ന് ലോസ് അറ്റ് കൺസൈനീസ് പ്ലേസ് ഉണ്ട്. അപ്പൊ എന്താണ് ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാല്? ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺസൈനിക്ക് സാധനങ്ങൾ അയക്കത്തില്ലേ, അത് അയാളുടെ കയ്യിൽ എത്തുന്ന മുന്നേ ഉള്ള സംഭവങ്ങളാണ് ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അവിടെ നഷ്ടം സംഭവിക്കും. മനസ്സിലാലോ? ഒരു കൺസൈനറുടെ കയ്യിൽ സാധനങ്ങൾ എത്തുന്നതിന് മുന്നേ എന്ത് സംഭവിക്കാം? ലോസ് സംഭവിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വായിച്ചേ, ദിസ് ഈസ് എ ലോസ് ഒക്യൂർഡ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ കൺസൈനീസ് പ്ലേസ്. കണ്ടോ? അപ്പൊ എന്ത് പറഞ്ഞത്? ഒരു കൺസൈനറുടെ അടുത്തേക്ക് സാധനങ്ങൾ എത്തുന്നതിന് മുന്നേ എന്ത് സംഭവിക്കുന്നു? നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രപ്പോർഷണേറ്റ് ഷെയർ ഓഫ് കൺസൈനേഴ്സ് എക്സ്പെൻസസ് ഈസ് ആഡഡ് വിത്ത് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ലോസ്. പ്രപ്പോർഷണേറ്റ് ഷെയർ ഓഫ് കൺസൈനേഴ്സ് എക്സ്പെൻസസ് ഈസ് ആഡഡ് വിത്ത് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ലോസ്. കൺസൈനറുടെ ചെലവുകളുടെ ആനുപാതികമായിട്ടുള്ള ഷെയർ നഷ്ടപ്പെട്ട സ്റ്റോക്കിന്റെ വാല്യൂടൊപ്പം കൂട്ടിച്ചേർത്ത് കാണിക്കണം. കൺസൈനറിന്റെ എക്സ്പെൻസിൽ വരുമ്പോൾ ആനുപാതികമായിട്ടുള്ള ഷെയർ നഷ്ടപ്പെട്ട സ്റ്റോക്കിന്റെ വാല്യൂടൊപ്പം കൂട്ടി ചേർക്കണം. അതുമാത്രമല്ല, ദ കൺസൈനീസ് എക്സ്പെൻസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. സാധനങ്ങള് കൺസൈനുടെ ചെലവുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. The consignees expenses are not included. അപ്പൊ എന്താ പറഞ്ഞത്? കൺസൈനുടെ ചെലവുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൺസൈനറുടെ എക്സ്പെൻസ് മാത്രമേ എന്ത് ചെയ്യാവൂ? ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ലോസ് ഇൻ ട്രാൻസിറ്റ് പറയുന്നത്? ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺസൈനുടെ സാധനങ്ങൾ അടുത്തെത്തുമ്പോൾ, കൺസൈനിക്ക് സാധനങ്ങൾ എത്തണ്ടേ, അത് അയാളുടെ സാധനങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ, മനസ്സിലായോ? അവിടെ എന്ത് സംഭവിക്കാം? നഷ്ടം സംഭവിക്കാം. ഇനി അടുത്തെന്താണ്? ലോസ് അറ്റ് കൺസൈനീസ് പ്ലേസ് ആണ്, അല്ലെ? ലോസ് അറ്റ് കൺസൈനീസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസൈനറുടെ അടുത്ത് സാധനങ്ങൾ എത്തുമല്ലോ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും. ഇത് ബിഫോർ ആണ് കേട്ടോ. ഇതെന്താണ്? ആഫ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും, അല്ലെ? അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? The value of such loss is the cost of goods destroyed by adding proportionate expenses. The value of such loss is the cost of goods destroyed by adding proportionate expenses of consignor and proportionate non-recurring expenses of consigning with the value stock loss. അപ്പൊ എന്താ പറഞ്ഞത്? ഇത്തരം ലോസിന്റെ വാല്യൂ നശിച്ചു പോയിട്ടുള്ള സാധനങ്ങളുടെ വിലയോടൊപ്പം കൺസൈനറുടെ ആനുപാതികമായിട്ടുള്ള ചെലവുകളും സാധനങ്ങളെ സ്വീകരിക്കുന്ന ആളുടെ, അതായത് സാധനങ്ങൾ സ്വീകരിക്കുന്ന ആരാണ്? കൺസൈനർ. അയാളുടെ നോൺ റെക്കറിങ് എക്സ്പെൻസുകളും ആനുപാതികമായിട്ടുള്ള പങ്കും എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്താണ് കൺസൈനർ. എന്ന് പറഞ്ഞാൽ കൺസൈനറുടെ എക്സ്പെൻസും കൺസൈനറുടെ എക്സ്പെൻസും ചേർത്താണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? കൺസൈനറിന്റെ ചെലവുകൾ മാത്രം എന്ത് ചെയ്യാവൂ? സ്റ്റോക്ക് ലോസിനകത്ത് വാല്യൂ കാണിക്കാവൂ. ഇവിടെ ആരുടെ വാല്യൂ മാത്രമേ കാണിക്കാവൂ? കൺസൈനറുടെ കാണിക്കും കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് നോക്കി, അബ്നോർമൽ ലോസ് ഈസ് ടു ബി ഡെബിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. കണ്ടോ? അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ അബ്നോർമൽ ലോസിന്റെ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഡെബിറ്റ് ചെയ്യണം. അതോടൊപ്പം കൺസൈൻഡ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്ലോസ് ആയിക്കുമ്പോൾ എന്ത് ചെയ്യണം? പ്രോവിഡന്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ? നിങ്ങൾ അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യണം? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കൺസൈൻമെന്റ് അക്കൗണ്ട് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യുകയും അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോവിഡന്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. ഇത്രയുള്ള സംഭവങ്ങൾ. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ അബ്നോർമൽ ലോസിനകത്ത് വരുന്ന ലോസുകൾ എന്തൊക്കെയാണ്? ലോസ് ഇൻ ട്രാൻസിറ്റും
ലോസ് അറ്റ് കൺസൈനീസ് പ്ലേസും. ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസൈനറുടെ അടുത്തേക്ക് സാധനങ്ങൾ എത്തുന്നതിന് മുന്നേ ഉള്ള നഷ്ടം സംഭവിക്കുന്നതും ഇതെന്താണ്? അയാളുടെ അടുത്ത് എത്തിയതിനു ശേഷമുള്ള സംഭവം. മനസ്സിലായി? നഷ്ടം സംഭവിക്കുന്നത് എത്ര. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ കൂടെ പറഞ്ഞു തരാം.